എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ 4 ബോക്സുകൾ കാണാം. ആദ്യത്തെ 3 ബോക്സുകളിൽ കുറെ ഡോട്ട്സ് കാണാം. അപ്പൊ നാലാമത്തെ ബോക്സ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ മെജോറിറ്റി ആളുകളും ആദ്യം തിങ്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ ബോക്സിൽ 3 ഡോട്ട്സ് ഉണ്ട്, രണ്ടാമത്തെ ബോക്സിൽ 6 ഡോട്ട്സ് ഉണ്ട്, മൂന്നാമത്തെ ബോക്സിൽ 9 ഡോട്ട്സ് ഉണ്ട്. അപ്പൊ നാലാമത്തെ ബോക്സിൽ 12 ഡോട്ട്സ് ആണ് വരേണ്ടത്. അതായത് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇങ്ങനെ പോകുന്നത്. 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12 ഡോട്ട്സ് ആണ് നാലാമത്തെ ബോക്സിൽ വരേണ്ടത്. അങ്ങനെയാണ് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ 12 ഡോട്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ ഓപ്ഷനിൽ 1 2 3 4 5 6 7 8 ഡോട്ട്സ് ആണുള്ളത്. രണ്ടാമത്തെ ഓപ്ഷനിൽ 1 2 3 4 5 ഡോട്ട്സ് ആണുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനിൽ 1 2 3 4 5 6 7 8 ഡോട്ട്സ് ആണുള്ളത്. അടുത്ത ഓപ്ഷനിൽ 5 ഡോട്ട്സ് ആണുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കിലല്ല നമ്മൾ ചിന്തിച്ചത്. ഇനി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയാം. ആദ്യത്തെ 3 ഡോട്ട്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാം, ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. മൂന്നാമത്തെ ബോക്സിലെ ഡോട്ട്സ് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. 1 2 3. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ 1 2 3 എന്ന് റോമൻ നമ്പേഴ്സിൽ എങ്ങനെയാണ് എഴുതുന്നത് ആ രീതിയിലാണ് ഈ ഡോട്ട്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ 1 2 3, അടുത്തത് 4 ആണ് വരേണ്ടത്. ഇനി ഓരോ ഓപ്ഷനിലെ ഡോട്ട്സ് നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിലെ ഡോട്ട്സ് ഞാൻ ജോയിൻ ചെയ്യുവാണ്. ഇവിടെ 6 എന്നാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ റോമൻ നമ്പർ 5 ആണ്. ഇവിടുത്തെ റോമൻ നമ്പർ 4 ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ വരേണ്ടത്. ഇനി ഓപ്ഷൻ ഡി എങ്ങനെയായിരിക്കും വരുന്നത്? അത് 10 എന്നാണ് വന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്.